കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM-നും നേതാക്കൾക്കും തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കലൂർ PMLA കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. CPM നേതാക്കളായ K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ളവർ വിചാരണ നേരിടണം. പ്രതിപട്ടികയിലെ 28 പേർക്കും നേരിട്ട് ഹാജരാകാൻ കോടതി സമൻസ് അയച്ചു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കഴിഞ്ഞ വർഷം ED സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ 28 പ്രതികളാണുള്ളത്. തട്ടിപ്പിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ബാങ്ക് ഭരണസമിതിക്ക് മാത്രമാണ് ഉത്തരവാദിത്തമെന്നുമുള്ള പ്രതികളുടെ വാദം തള്ളിയ കോടതി നേതാക്കളായ K. രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്ന് നിർദ്ദേശിച്ചു. പ്രതിപട്ടികയിലെ 28 പേർക്കും അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ സമൻസ് അയച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും AC മൊയ്തീൻ പ്രതികരിച്ചു. BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ ഒരു കേസാണത്. ആ കേസിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു പോകും. ഉന്നത നേതാക്കളുടെ അറിവോടുകൂടിയായിരുന്നു ബാങ്കിലെ വായ്പാ തട്ടിപ്പ് നടന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. പാർട്ടിയുടെ ജില്ലാ നേതൃത്വം നിയോഗിച്ച സബ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ബിനാമി വായ്പകൾ അനുവദിച്ചത്. തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നും ഇതുപയോഗിച്ച് പാർട്ടി ഓഫീസ് നിർമ്മിക്കാനുള്ള സ്ഥലമടക്കം വാങ്ങിയെന്നും അന്വേഷണ സംഘം പറയുന്നു. CPIM-ന്റെ 73 ലക്ഷമടക്കം പ്രതികളുടെ പേരിലെ 130 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.